അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, വിജയ് രൂപാണിയുടെ മൃതദേഹം ഇപ്പോൾ ഏത് ആശുപത്രിയിലാണുള്ളത്? ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് അതൊരു വലിയ ആഘാതം കൂടിയാണ്. അവരുടെ ഇപ്പോഴുള്ള സർക്കാരിലെ തൊട്ട് മുമ്പുണ്ടായിരുന്ന സർക്കാരിനെ നയിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരു വലിയ VIP ആണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം. ആ നിലയ്ക്ക് വിജയ് രൂപാണിയുടെ മരണത്തെ ഗുജറാത്ത് എങ്ങനെ കാണുന്നുണ്ട്? അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി? സൈഫുദ്ദീൻ, വിജയ് രൂപാണിയുടെ മൃതദേഹം ഇപ്പോൾ സിവിൽ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 241 പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള ആ വാർത്ത പുറത്തുവിടുകയും പിന്നാലെ 241 പേർക്ക് ജീവൻ നഷ്ടമായെന്നുള്ള റിപ്പോർട്ട് വന്നപ്പോഴാണ് വിജയ് രൂപാണിക്കും ജീവൻ നഷ്ടമായെന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് വിജയ് രൂപാണിയുടെ ഈ മരണത്തിൽ, നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം BJPയെ മുന്നോട്ട് നയിക്കുന്നതിൽ കൃത്യമായി പങ്കുവഹിച്ച ഒരു നേതാവാണ് വിജയ് രൂപാണി എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയെ പോലെ തന്നെ ഗുജറാത്തിലെ BJP പ്രവർത്തകർക്കും BJP നേതാക്കൾക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വലിയ രീതിയിൽ വിജയ് രൂപാണി എന്ന നേതാവിനെ പ്രിയപ്പെട്ടവരായിരുന്നു. എന്തായാലും ആ നേതാവിനെ ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. ബാക്കി 241 പേര് മരണത്തിന് കീഴടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ലണ്ടനിലേക്ക് സ്വകാര്യ സന്ദർശനത്തിനാണ് ലണ്ടനിലേക്ക് പോയതെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാകും. അത് ബാക്കി DNA അതുപോലെ തന്നെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഉടൻ തന്നെ പൂർത്തിയാകുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ബാക്കി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ച ബാക്കി മൃതദേഹങ്ങളും വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിവിൽ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ സമീപത്തെ മറ്റ് ആശുപത്രിയിലേക്കൊക്കെയാണ് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുള്ളത്. ഇതിന്റെ DNA പരിശോധനകൾ നടക്കണം. കാരണം പല മൃതദേഹങ്ങളും ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകേണ്ടതുണ്ട്. DNA പരിശോധനകൾ പല മൃതദേഹങ്ങൾക്കും നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് പലരും പല ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ്. ഇവർക്ക് വേണ്ട ചികിത്സകൾ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ ഡോക്ടർമാരുടെ സംഘം ഗുജറാത്തിലേക്ക് എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മേഖലയിൽ, ഈ വിമാനം തകർന്നു വീണ ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. DGCയുടെയും എയർ ഇന്ത്യയുടെ അടക്കം പരിശോധന പുരോഗമിക്കുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ ഇപ്പോൾ ഈ മേഖലയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. കാരണം പല മേഖലകളിൽ നിന്ന് ജനങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത് തുടരുകയാണ്. കാരണം ഈ ഇവിടെ വിമാനം തകർന്നു കിടക്കുന്നത് കാണുവാനും അതുപോലെ തന്നെ മറ്റ് ദൃശ്യങ്ങളടക്കം കാണുവാൻ വേണ്ടി പല മേഖല ഈ സമീപ പ്രദേശത്ത് നിന്ന് മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്ന് അടക്കം ജനങ്ങളുടെ ഒരു ഒഴുക്ക് ഈ മേഖലയിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം തെളിവ് ശേഖരങ്ങളടക്കം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ബാരിക്കേഡുകളടക്കം വച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോടും ഇതിനോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരും ഈ മേഖലയിൽ നിന്ന് അല്പം മാറി നിൽക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് ഈ നിയന്ത്രണങ്ങൾ വരുന്നതിന് മുമ്പാണ് നമ്മൾ അകത്തോട്ട് പോവുകയും അവരുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പകർത്തുവാൻ സാധിക്കുകയും ചെയ്തത്. ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ബാരിക്കേഡുകൾ വച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായും എല്ലാവരെയും പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരിശോധനകൾ നടത്തുകയാണ്. DGCയുടെ ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരടക്കമാണ് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകളുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പറ്റിയ വീഴ്ചയാണോ ഈ അപകട കാരണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് എനിക്ക് പിന്നിലും ഇപ്പോൾ ഉള്ളത്. വിമാനത്തിന്റെ ചിറകാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു ഭാഗത്തെ ചിറക്, വലതു ഭാഗത്തെ ചിറക് അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് മാറ്റി, അവിടെ ആ അപകടം നടന്ന മേഖലയിൽ നിന്ന് മാറ്റി ഇതിപ്പോൾ ഈ റോഡിന്റെ ഭാഗത്തേക്ക് ഇട്ടിരിക്കുകയാണ്. പൂർണ്ണമായും തകർന്നു, ഭാഗികമായും തകർന്ന ഭാഗങ്ങളുണ്ട്. കാരണം ഈ വിമാനം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങുകയോ അതിനൊപ്പം തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടായെന്നതാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്ന. പൊട്ടിത്തെറിയിൽ വിമാനത്തിന്റെ ഭാഗങ്ങൾ ചിന്നിച്ചിതറി സമീപത്തെ കെട്ടിടങ്ങളിൽ കൂടി പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പല കെട്ടിടങ്ങളിലെയും